Welcome to CML Infotech. My name is Muhammad Ali, Technical Director. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് DHCP റിലേ ഏജന്റ് ഫ്രം CCNA. നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത് DHCP. DHCP എന്ന് പറയുന്നത് എഡ്ജ് ഡിവൈസുകൾക്ക് ഓട്ടോമാറ്റിക്കായി IP പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് DHCP എന്ന് പറയുക. അപ്പം നമ്മളൊരു DHCP സെർവറെ കാണണം. എന്നിട്ട് ആ DHCP സെർവറിനകത്ത് DHCP കോൺഫിഗറേഷൻ ചെയ്യണം. ഈ DHCP സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത് വിൻഡോസ് ആവാം, മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ സ്വിച്ചസ്, റൗട്ടേഴ്സ്, ഇങ്ങനെ ഏതിൽ വേണമെങ്കിലും കോൺഫിഗർ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇതെനിക്കൊരു സ്വിച്ച് ഉണ്ട്. ഇവിടെ ഞാൻ ഒരു 2 സിസ്റ്റം അല്ലെങ്കിൽ കുറച്ച് എഡ്ജ് ഡിവൈസ് കണക്ട് ചെയ്തു. ഈ എഡ്ജ് ഡിവൈസിന് എനിക്ക് IP അഡ്രസ്സ് വേണം. അപ്പം ഓരോ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്റ്റാറ്റിക് ആയിട്ട് ഓരോ ഡിവൈസിലും കയറി മാനുവലി IP സെറ്റ് ചെയ്യാം. ഒരുപാട് ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതൊരു പോസിബിൾ സൊല്യൂഷൻ അല്ല. അപ്പം അതിന് പകരം ഈ സിസ്റ്റത്തിന് വേണ്ടുന്ന IP-യെ നമ്മളൊരു സെർവറിനകത്ത് കോൺഫിഗർ ചെയ്തിടും. അതിനെയാണ് നമ്മൾ DHCP സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ DHCP സിസ്റ്റം ബാക്കിയുള്ള അതിൻ്റെ താഴെ വരുന്ന ഹോസ്റ്റുകൾക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് IP പ്രൊവൈഡ് ചെയ്യും. അതിനാണ് നമ്മൾ DHCP സെർവർ എന്ന് പറയുക. അപ്പോൾ ആ DHCP സെർവർ കോൺഫിഗർ ചെയ്യുമ്പോൾ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരു പൂൾ ഉണ്ടാക്കണം, പൂളിൽ നെറ്റ്വർക്ക് പറയണം, പിന്നെ ഗേറ്റ് വേ, DNS, ഇങ്ങനെ റിസർവ് ചെയ്യുകയാണെങ്കിൽ റിസർവേഷൻ, ഇങ്ങനെ കുറച്ച് ഫീൽഡുകൾ പറഞ്ഞിട്ടാണ് നമ്മൾ DHCP സെർവർ ഉണ്ടാക്കുക. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എനിക്ക് ഒരു DHCP സെർവർ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഇവിടെ ഒരു DHCP സെർവർ, ഇങ്ങനെയാണ് നമ്മൾ DHCP സെർവറിനെ ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് എനിക്കിവിടെ കുറച്ച് ഹോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. 1, 2, 3. ഇതെല്ലാം ഒരൊറ്റ VLAN-നകത്താണെന്ന് വിചാരിക്കാം. അതായത് ഇതൊക്കെ എക്സാമ്പിൾ VLAN 10. ഓക്കെ, അപ്പം ഇത് ഈ സിസ്റ്റത്തിനകത്ത് ഞാൻ DHCP കോൺഫിഗർ ചെയ്താൽ ഈ സിസ്റ്റം ഇരിക്കുന്ന ഏത് VLAN ആണോ ആ VLAN-നകത്തുള്ള എല്ലാ ഹോസ്റ്റുകൾക്കും, എല്ലാ എഡ്ജ് ഡിവൈസിനും ഓട്ടോമാറ്റിക്കായിട്ട് ഈ DHCP സെർവറിന് IP കിട്ടും. ഇനി എനിക്കിവിടെ വേറെ കുറച്ച് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം, ഡിഫറെൻറ്റ് VLAN. 3 സിസ്റ്റം എവിടെയുണ്ട്. ഇത് ലെറ്റ്സ് സേ VLAN 20. ഈ VLAN 20-ലുള്ള ഹോസ്റ്റുകൾക്കും എനിക്ക് IP വേണം. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു DHCP സെർവർ ഉള്ളത് കൊണ്ട് ഞാൻ ഈ DHCP സെർവറിനകത്ത് ചെയ്ത് നമ്മുടെ DHCP ഇതിനകത്ത് തന്നെ ഞാൻ VLAN 20-ക്ക് വേണ്ടിയിട്ടും ഒരു DHCP പൂള് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ കമ്പ്യൂട്ടേഴ്സ് ഒബ്റ്റെയിൻ IP കൊടുത്താൽ ഈ കമ്പ്യൂട്ടേഴ്സ് DHCP റിക്വസ്റ്റ് അയക്കും. ഈ റിക്വസ്റ്റ് ഈ നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കും കിട്ടും. ഉദാഹരണത്തിന് ഇതൊരു നെറ്റ്വർക്ക് എന്ന് വിചാരിക്കാം. ഇതിനകത്താണ് എനിക്കൊരു DHCP സെർവർ ഉണ്ടായതെങ്കിൽ, ഇതൊരു DHCP സെർവർ ആണെങ്കിൽ എൻ്റെ VLAN 20-ലുള്ള ക്ലയൻറ്റ് DHCP IP-ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് രൂപത്തിൽ ഈ VLAN-ഉള്ള എല്ലാവർക്കും കിട്ടും, ഇവർക്കും കിട്ടും. അങ്ങനെ ഈ സിസ്റ്റം DHCP സെർവർ ഇതിൻ്റെ ക്ലയൻറ്റിന് IP പ്രൊവൈഡ് ചെയ്യും. ഇനി എനിക്ക് ഈ നെറ്റ്വർക്കിനകത്ത് DHCP സെർവർ ഇല്ല, DHCP സെർവർ ഇരിക്കുന്നത് വേറെ VLAN-നകത്താണ്. അങ്ങനെ ആവുമ്പോൾ ഈ സിസ്റ്റം
ഇതിൻ്റെ ഗേറ്റ് വേയിലേക്ക് ആ റിക്വസ്റ്റ് അയക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഗേറ്റ് വേ IP വേണം. ഉദാഹരണത്തിന് ലെറ്റ്സ് സേ ഇത് VLAN 20 IP 10.1.20.124. ഓക്കെ, അപ്പം ഈ VLAN 20യിലുള്ള സിസ്റ്റം ഒരു DHCP റിക്വസ്റ്റ് VLAN 20 ഇന്റർഫേസ്, അതായത് ഗേറ്റ് വേയിലേക്ക് ഇത് അയക്കും. അപ്പോൾ ഈ ഗേറ്റ് വേ ഇന്റർഫേസിന് അറിയണം, എന്തറിയണം, എവിടെയാണ് എൻ്റെ DHCP സെർവർ ഇരിക്കുന്നത് എന്നുള്ളത് അറിയണം. അപ്പോൾ നമ്മൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് നിങ്ങളുടെ DHCP റിക്വസ്റ്റ് ചെയ്യുന്ന ക്ലയൻറ്റും DHCP സെർവറും വേറെ വേറെ VLAN ആണെങ്കിൽ ആ റിക്വസ്റ്റ് DHCP സെർവറിലേക്ക് എത്തില്ല. അതായത് നിങ്ങളുടെ DHCP ക്ലയൻറ്റ് നിങ്ങളുടെ ഗേറ്റ് വേയിലേക്ക് അയച്ചു, എനിക്ക് DHCP റിക്വസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അയച്ചു. പക്ഷേ നിങ്ങളുടെ ഈ ഗേറ്റ് വേക്ക് അറിയില്ല DHCP സെർവർ എവിടെയാണ്. ആക്ച്വലി നമ്മുടെ DHCP സെർവർ വന്നിട്ട് ഇവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ PC ഗേറ്റ് വേയിലേക്ക് DHCP റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഈ ഗേറ്റ് വേക്ക് അറിയണം എൻ്റെ DHCP സെർവർ എവിടെയാണ്, എന്നിട്ട് ആ DHCP സെർവറിൻ്റെ പോയിന്റിലേക്ക് ആ റിക്വസ്റ്റ് അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ ഈ VLAN ഇന്റർഫേസിനകത്ത് കയറിയിട്ട് DHCP സെർവർ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് വിളിക്കുന്ന പേരാണ് IP ഹെൽപ്പർ അഡ്രസ്. അപ്പോൾ നമ്മൾ ഈ IP ഹെൽപ്പർ അഡ്രസ് ഈ VLAN 20 ഇന്റർഫേസിനകത്ത് കയറി പറയണം. എന്നിട്ട് ഈ IP ഹെൽപ്പർ അഡ്രസ്സിന് ശേഷം പറയണത് ഏതാണ് നിങ്ങളുടെ DHCP സെർവർ. ആ DHCP സെർവറിന്റെ IP ഏതാണോ ആ IP പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി കോൺസെപ്റ്റ്. ഞാൻ അതിൻ്റെ പ്രാക്ടിക്കൽ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് നമ്മുടെ സിനാരിയോ. ഇതിനകത്ത് ഇത് നമ്മുടെ VLAN 10ന്റെ നെറ്റ്വർക്ക് 10.1.10.0. ഇത് VLAN 20യുടെ നെറ്റ്വർക്ക് 10.1.20. VLAN 20ൽ 3 സിസ്റ്റം, VLAN 10ൽ 3 സിസ്റ്റം. ഇത് നമ്മുടെ DHCP സെർവർ. നമ്മുടെ DHCP സെർവർ ഇരിക്കുന്നത് VLAN 10ലാണ്. നമ്മുടെ DHCP സെർവറിന്റെ IP, സോ ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ DHCP സെർവർ. ഇതിന്റെ IP 10.2. ഇതാണ് നമ്മുടെ DHCP സെർവറിന്റെ IP 10.1.10. അപ്പോൾ നമുക്ക് ആദ്യം VLAN 10ലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് IP സെറ്റ് ചെയ്യാം. അപ്പോൾ അറിയാൻ പറ്റും നമ്മുടെ DHCP സെർവർ എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ശേഷം VLAN 20ലുള്ള സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ DHCP കോൺഫിഗർ ചെയ്യണം. ഫസ്റ്റ് ടാസ്ക് സ്വിച്ചിനകത്ത് VLAN ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പോർട്ടുകൾ ലെറ്റ്സ് സേ 1, 10. ഓക്കെ, ഇവിടെ വെച്ചാൽ അറിയാൻ വേണ്ടി പറ്റും ഏതൊക്കെ പോർട്ടാണുള്ളത്. 10, 3. ഓക്കെ, ഇത് 5, 6, 4. അതായത് ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: VLAN 10ൽ പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3, പോർട്ട് 10. പോർട്ട് 1 PC0, പോർട്ട് 2 PC1, പോർട്ട് 3 PC2, and പോർട്ട് 10 DHCP സെർവർ. ഇതാണ് VLAN 10. ഇനി VLAN 20. VLAN 20ക്കകത്ത് പോർട്ട് 4 PC3, ഇത് 6, ഇത് 5 DHCP സെർവറിൽ. ഇങ്ങനെയാണ് നമ്മുടെ കോൺഫിഗറേഷൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വിച്ചിനകത്ത് കയറിയിട്ട് ആദ്യം നമ്മുടെ കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യാം. സ്വിച്ച് ക്ലിക്ക് ചെയ്യുന്നു, സ്വിച്ച് 1, എന്നിട്ട് അതിനെ നമുക്ക് ഷെയർ ചെയ്യാം. ഷോ VLAN.
ഇതിനകത്ത് നോക്കി VLAN 10-നകത്ത് 1, 2, 3, 10. VLAN 20-കകത്ത് 4, 5, 6. ഷോ റൺ റണ്ണിങ് കോൺഫിഗറേഷൻ കാണാൻ വേണ്ടി ഇതിനകത്ത് ഇൻ്റർഫേസ് VLAN 10 ഉണ്ട്, 10.1, 10.0. ഇൻ്റർഫേസ് VLAN 20 ഉണ്ട്, 10.1, 20.0. ഇത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇതിൻ്റെ IP വന്നിട്ട് 21, 10.1. റൗട്ടിംഗ് എനേബിൾ ചെയ്യണം. ലെയർ 3 സ്വിച്ച് ആണ്. റൗട്ടിംഗ് എനേബിൾ ചെയ്യാൻ വേണ്ടി കമാൻഡ് IP റൗട്ടിംഗ്. ഇതിനകത്ത് നമ്മൾ ബേസിക് VLAN ഒക്കെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കമാൻഡും കൂടെ ഷോ IP INT ബ്രീഫ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഈ പോർട്ട് 4 പിന്നെ F0/10, പിന്നെ താഴത്തെ 2 ഇൻ്റർഫേസ്. ഓക്കെ, ഇനി നമുക്ക് DHCP സെറ്റ് ചെയ്യാം. അതിന് ഇതാണ് നമ്മുടെ DHCP സെർവർ. DHCP സെർവർ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ആദ്യം നമ്മൾ ഇതിനൊരു ഡിസ്പ്ലേ നെയിം കൊടുക്കണം, DHCP സെർവർ. ഇതിൻ്റെ ഗേറ്റ് വേ വന്നിട്ട് 10.1.10.1. ഗേറ്റ് വേ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ VLAN ഇൻ്റർഫേസിൻ്റെ IP. പിന്നെ ഡെസ്ക്ടോപ്പിൽ പോവുക, IP കോൺഫിഗറേഷൻ 10.1.10.2 ആണ് DHCP സെർവറിൻ്റെ IP. ഓക്കെ, ഇത് /24 റേഞ്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശേഷം നമ്മൾ ഇതിൻ്റെ കോൺഫിഗിൽ പോയി കഴിഞ്ഞാൽ, സർവീസസിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും DHCP ഓഫ് ആണ്. DHCP ഓൺ ആക്കുക. എന്നിട്ട് നമ്മളൊരു പുതിയ പൂൾ ഉണ്ടാക്കണം. അപ്പം നമുക്ക് ഇവിടെ വേണ്ടത് ലെറ്റ്സ് സേ VLAN 10-നും VLAN 20-ക്കുമാണ്. അപ്പോൾ VLAN 10 എന്ന് പറഞ്ഞ ഡേറ്റ, VLAN 20 എന്ന് പറഞ്ഞ ടെസ്റ്റ്. അപ്പം നമ്മളിവിടെ ക്ലയൻറ്റിൽ കയറി ഇതിന് നമ്മളൊരു പേരിടുന്നു, ഡേറ്റ. എന്നിട്ട് സേവ് ചെയ്തു. ഇതാണ് VLAN 10 ഡേറ്റ. ഇതിനകത്ത് നമ്മളിന് IP അഡ്രസ്സ് സെറ്റ് ചെയ്യുക. അപ്പം 10.1.10. സ്റ്റാർട്ട് IP, ലെറ്റ്സ് സേ സ്റ്റാർട്ട് IP 40. അപ്പം 41 മുതലാണ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ IP വേണ്ടത്. പിന്നെ നമ്മൾ ഗേറ്റ് വേ സെറ്റ് ചെയ്യണം. ഇതൊരു ഉദാഹരണത്തിനാണ് കേട്ടോ, 10.1.10.1. ഇത് ഗേറ്റ് വേ. DNS സെർവർ വേണമെങ്കിൽ നമുക്ക് പബ്ലിക് DNS കൊടുക്കാം, 8.8.8.8. 1 മുതൽ 10.1. സ്റ്റാർട്ട് IP 41. അപ്പം നമ്മൾ അത്രയും IP 40 IP-യോളം റിസർവ് ചെയ്ത് വെച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, സേവ്. ഓക്കെ, ഇനി നമ്മൾ ക്ലയൻറ്റിൽ പോവാം. ക്ലയൻറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സിസ്റ്റം എക്സാമ്പിൾ PC0, ഡെസ്ക്ടോപ്പ്, IP കോൺഫിഗ്, സ്റ്റാറ്റിക് IP കൊടുത്തിട്ട് പിന്നെ തിരിച്ച് DHCP കൊടുക്കുക. ഇത് 10.1.10.3 ആണ് വന്നിരിക്കുന്നത്. നോക്കാം, ഒരു സെക്കൻഡ്. ലെറ്റ്സ് സേ സ്വിച്ചിനകത്ത് പോവാം. ഷോ റൺ. സ്വിച്ചിനകത്ത് DHCP ഇല്ല. ദെൻ DHCP സെർവറിനകത്ത് പോയിട്ട് ഇത് നമുക്ക് ലെറ്റ്സ് സേ ഇത് റിമൂവ് ചെയ്തിട്ട്, ഓൾറെഡി ഇവിടെ ഒരു DHCP സെർവർ ഉണ്ട്, 10.1.10.1 ഗേറ്റ് വേ. ഇത് 41 വരെ നമുക്ക് റിസർവ് ചെയ്യാം. ഓക്കെ, സേവ്. 10.1 മുതൽ 10.41 വരെ റിസർവ് ചെയ്തു. DNS വന്നിട്ട് 8.8.8. ഇത് നമ്മുടെ അടുത്തുള്ള DHCP സെർവറിനെ ഡിപ്പെൻഡ് ചെയ്യും, DHCP സെർവറിൻ്റെ മാറ്റങ്ങൾ. സേവ്.
ഓക്കെ, ഇപ്പോൾ 10.1.10.41 വരെ റിസർവ്ഡ് ആണ്. ഇനി ഇതിനകത്ത് നമ്മൾ PC0 പോവുക, സ്റ്റാറ്റിക് IP കണ്ടോ, 10.1.10.41 മുതൽ തുടങ്ങി 8.8.DNS IP. നമ്മുടെ സെക്കൻഡ് സിസ്റ്റം PC1. PC1-നകത്ത് കയറിയിട്ട് ഡെസ്ക്ടോപ്പ് DHCP, രണ്ടാമതും DHCP സെറ്റ് ചെയ്യുക 10.1.10.42. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ DHCP സെർവറിനകത്ത് ഇത് സെയിം VLAN ആയതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് കോൺഫിഗറേഷൻ ഒന്നും ഇല്ലാണ്ട് വർക്ക് ആയത്. ഇനി നമുക്ക് ഈ VLAN 20ക്ക് വേണ്ടിയിട്ട് ഒരു DHCP ക്രിയേറ്റ് ചെയ്യാം. ടെസ്റ്റ് എന്നാണ് നമുക്കതിന് വേണ്ടി യൂസ് ചെയ്യുന്ന VLAN-ന്റെ DHCP-യുടെ പേര്, ഈ VLAN 20-ലുള്ള സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. അപ്പം അതിന് നമ്മൾ DHCP സെർവറിനകത്ത് കയറുക, പുതിയ ഒരു DHCP ഉണ്ടാക്കുക, എക്സാമ്പിൾ ടെസ്റ്റ്. ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടായി. ഇപ്പോൾ ഇത് 10.1.20.1 ഗേറ്റ്വേ, 10.1.20. ലെറ്റ്സ് സേ 51 മുതൽ നമുക്ക് IP വേണമെന്ന് വിചാരിക്കാം. സേവ് 10.1.21 മുതൽ 20.51 വരെ അതിൻ്റെ ഗേറ്റ്വേ 20.1, DNS 8.8.8. അപ്പം നമ്മൾ DHCP എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി PC3 VLAN 20 സിസ്റ്റത്തിൽ കയറുക, ഡെസ്ക്ടോപ്പ് DHCP. DHCP കൊടുത്തപ്പോൾ 169.254 എന്ന് പറയുന്ന IP ആണ് വന്നിരിക്കുന്നത്. റീസൺ DHCP ഫെയിലായി, അതുകൊണ്ട് അപ്പീപ്പ വഴിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റുകൾ IPക്ക് വേണ്ടിയിട്ട് ഗേറ്റ്വേനെ കോൺടാക്ട് ചെയ്യും, പക്ഷേ ഗേറ്റ്വേക്ക് അറിയില്ല DHCP സെർവർ എവിടെയാണ്. അപ്പോൾ നമ്മൾ ഗേറ്റ്വേക്ക് അകത്ത് കയറിയിട്ട് DHCP സെർവറെ പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മൾ IP ഹെൽപ്പർ അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ചിനകത്ത് കയറിയിട്ട് ഷോ റൺ VLAN 20-ലുള്ള സിസ്റ്റം കോൺടാക്ട് ചെയ്യുന്ന ഗേറ്റ്വേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റർഫേസ് VLAN 20 ആണ്. നമ്മൾ ഈ ഇന്റർഫേസിനകത്ത് കയറിയിട്ട് പറയുക ഇന്റർഫേസ് VLAN 20. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർഫേസ് VLAN 20-ക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, IP ഉണ്ട്. അതിന് പുറമെ നമ്മൾ IP ഹെൽപ്പർ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഏതാണോ നമ്മുടെ DHCP സെർവറിൻ്റെ IP അത് പറയുക. 10.1.10.2 അതാണ് DHCP സെർവറിൻ്റെ IP. അതേതാ നമുക്കൊന്നും കൂടെ കൺഫേം ചെയ്യാം. നമ്മൾ DHCP സെർവറിനകത്ത് കയറിയിട്ട് ഡെസ്ക്ടോപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 10.1.10.2 DHCP സെർവറിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ DHCP ഹെൽപ്പർ അഡ്രസ്സ് കോൺഫിഗർ ചെയ്തു. ഇനി നമ്മൾ സിസ്റ്റത്തിനകത്ത് കയറിയിട്ട്, അതായത് PC3 അകത്ത് കയറിയിട്ട്, ഇതിപ്പം APP ആണ് എടുത്തിരിക്കുന്നത്, സ്റ്റാറ്റിക് കൊടുത്തിട്ട് ഒന്നും കൂടെ DHCP എനേബിൾ ചെയ്യുക. 10.1.20.51 വന്നു. അപ്പം IP ഹെൽപ്പർ അഡ്രസ്സ് നിർബന്ധമാണ്. ഇനി നമുക്ക് ഒരു സിസ്റ്റം കൂടെ നോക്കാം. ഇത് PC4 സ്റ്റാറ്റിക് DHCP 10.1.20.52. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു അഡീഷണൽ VLAN കൂടെ വന്നു വിചാരിക്കാം, ഒരു VLAN 30-ലെ കുറച്ച് സിസ്റ്റം വന്നു വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ DHCP-യും സെയിം 10.1.10.2 എന്ന് പറയുന്ന DHCP സെർവർ ആണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഗേറ്റ്വേക്കകത്ത് കയറിയിട്ട് IP ഹെൽപ്പർ അഡ്രസ്സ് പറയണം. ഇതിനെയാണ് നമ്മൾ DHCP റിലേ ഏജന്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ടെക്നിക്കൽ നെയിം അതാണ്, DHCP റിലേ ഏജന്റ്. ഇതാണ് ആ കോൺസെപ്റ്റ്, ഈ DHCP റിലേ ഏജന്റ്. ഇപ്പോൾ വേറെ നെറ്റ്വർക്കിലേക്ക് വരുവാണെങ്കിൽ നമ്മളതിനെ IP ഹെൽപ്പർ അഡ്രസ്സ് വെച്ചിട്ട് അതിൻ്റെ IP അഡ്രസ്സ് കൊടുത്ത് നമ്മളതിനെ കോൺഫിഗർ ചെയ്യും. ഇതിനകത്തൂടെ പറയുന്നുണ്ട് IP ഹെൽപ്പർ അഡ്രസ് നിങ്ങളുടെ DHCP സെർവറിൻ്റെ IP. ഇപ്പോൾ ഈ സിനാരിയോയിൽ പറയുന്നത് 192.168.11.5 ആണ് DHCP സെർവർ. അപ്പോൾ ഇന്റർഫേസിനകത്ത് കയറിയിട്ട് F0/0 അകത്ത് കയറിയിട്ട് 11.5 DHCP സെർവർ കോൺഫിഗർ ചെയ്യാം. ഓക്കെ, hope you understood the scenario. ഞാൻ ഈ ലാബ് അയച്ചു തരാം.
If you have any concern, just let me know. Thank you for being with us. Have a good time.